കാർത്തികയുടെ ബൈക്കിൽ കയറി ഒറ്റപ്പാക്കി എല്ലാ അർത്ഥത്തിലും ഈ ചായ അങ്ങോട്ട് കുടിച്ചോ. ആ ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടും. മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലായോ? പറഞ്ഞേരെ മനസ്സിലായി. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണ ഞാനെല്ലാം പരുന്നില്ല തിരകളല്ല പിന്നെ സത്യം ചെമ്മാനം വാരണ നിങ്ങ പേടിക്കണ്ടേ. ഈ നാട്ടിലൊരു ഓലപ്പാമ്പാ. നിങ്ങ പേടിക്കൊന്നും വേണ്ട. ഈ സ്ഥിരം നമ്മള് കാണണല്ലേ. ഒരു മിനിറ്റ്. TS 754 KSRTC ബസ് സ്റ്റാൻഡ് വിട്ട് പോണം. വണ്ടി സ്റ്റാൻഡ് വിട്ട് പോണം. KSRTC കുറിച്ച് മുണ്ടരുത്. KSRTC ആരാണ്? ആരാ? ദൈവമാണ്. ചോറ് വണ്ടാരച്ചമ്പിലെ ചോറ് ആർക്കുണ്ടെങ്കിലും കേറ് നിരങ്ങല്ല. സങ്കടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്. എന്റെ ജീപ്പ് തരുന്ന സ്ഥലമാണ്. എന്നിട്ട് അമ്മമാരോട് വെച്ചിട്ട് സങ്കടമുണ്ട്. എനിക്ക് സത്യം സങ്കടമുണ്ട്. പിന്നെ ഞാൻ ചിരിക്കണോ ഈ അവസ്ഥയില്? സങ്കടമുണ്ട്, സങ്കടമുണ്ട്. ഞാനങ്ങോട്ട് വന്നാണ്ടല്ലോ പുറംകാലിനടിക്കാൻ ബസ് ഞാൻ തെറപ്പിച്ചാണ്. നീ വിളക്കിലടി തരും. ഞാനങ്ങോട്ട് ഡെറാണ്ടുള്ള തോക്കിന്റെ പാത്തിക്കടിക്കാണ്. നീ കൊല്ലത്തൊഴിയുടെ കൊള്ള കാര്യം ഞാൻ പറയാങ്ങട്ടെ. എന്നൊന്ന് പതക്കടിക്കണം. എന്ത് കാര്യത്തിന്? എനിക്ക് കായംകുളം വരെ പോയാ മതി. നീ പോണാ നിന്റെ കാര്യം നോക്കിയിട്ട് വർത്താനം പറയാൻ ഞാൻ പറയണേ. എന്താ ഇതെന്ന്? എന്റെ പൊന്നു മോനെ സിക്സ് പാക്കാണ്. ഫാമിലി പാക്ക് പോലെയാ തോന്നുന്നത്. എന്താ ഈ കാണിപ്പോയി? ആര് നിനക്ക് ഞാനാവൂലേ? നമ്മുടെ നാട്ടുകാരെ വില പോവില്ലേ? ആ മുണ്ട് മര്യാദ എടുത്ത് വിട്ടരാ. എന്റെ പൊന്നുക്ക, ഇത് ഉടുക്കാൻ വേണ്ടി ഒരു മരം നോക്കി നടക്കണ ഞാൻ. മരം നോക്കി ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇതിനൊക്കെ തന്നെ കോപ്പറേഷൻ വേണ്ടിയാ. ഭയങ്കര ഞാനാവും. അല്ല കാര്യവും എങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മുണ്ട് കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വളരെ ഡീസന്റ് ആണ്. എല്ലാ അർത്ഥത്തിലും കണ്ടാ കൊടുക്കണോക്കെ നല്ല ബഹുമാനത്തോടെ നിൽക്കാൻ പറ്റില്ല എനിക്ക്. നമ്മള് വായിക്കണേ കേൾക്കാണ്ട് ഈ വണ്ടി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്താണെന്ന് പറ. എന്റെ ജീപ്പ് കിടന്ന സ്ഥലത്ത് ഈ വണ്ടി വിട്ടതാരാ? വണ്ടി പോകാൻ സമ്മതിക്കില്ല. എന്റെ ചങ്കത്തോടെ കയറ്റിക്കൊണ്ട് പോടാ. ചതഞ്ഞറിയട്ടതാ. എന്റെ കുടുംബം പോയി. പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ നാട്ടുകാരെ ഒരു ആഘോഷമാണ്. നീ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ മാറില്ല. എന്റെ ചങ്കത്തോടെ കേട്ടുകൊണ്ട് അരച്ചു കൊള്ളാൻ പറ. എന്റെ കുടുംബം പോയി. നീ മാറൂല അവിടെ. മാറില്ല. ഇന്ന് നമ്മളിപ്പോ കാണിച്ചില്ല. അങ്ങനെ വിട്ടാ പറ്റൂല. എന്നാ പിന്നെ വെറുതെ ഈ നാരങ്ങളെ ഉണ്ടല്ല വണ്ടി ഏതെങ്കിലും ഓരോരുത്തിന് മോളി കയറിയാ പോരെ. അവിടെ കിടന്നോട്ടാ. നമുക്ക് വെള്ളം വയ്യ. തന്നെ ഞാൻ കാണിക്കരുത്. അവിടെ കൊണ്ട് ടൗലിട്ട് എന്തിനാണ് നിങ്ങൾ? ഈ ടൗലിട്ട സീറ്റ് എന്റെ സ്വന്തം സീറ്റ്. ഞാൻ ഇതിൽ നിന്ന് യാത്ര ചെയ്യുള്ളൂ. ടൗലിട്ട സീറ്റ് നിങ്ങളുടെ സ്വന്തം സീറ്റ്. സ്വന്തം സീറ്റ് ഉറപ്പിച്ച് ഒരു കാര്യം ചെയ്യ്. ഈ ഉടുത്തിരിക്കുന്ന മുണ്ടങ്ങളുടെ വണ്ടിമേ പുതപ്പിക്ക്. അപ്പൊ സ്വന്തം ബസ്സാകുമല്ല. നീ സമാധാനം ചെയ്യൂ. എന്തൊരു കാണിക്കരുത്. തമ്മിപ്പോയി. നിന്റെ കാര്യം നോക്കി പോകണ്ട. ഇവിടെ പല പരിപാടിയുണ്ടെന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്. എന്താണ്? ഞാനേ തച്ചോളി തറവാട്ടിപ്പെട്ടത് അറിയാമോ? അത് മനസ്സിലായി. തച്ചോളി തറവാടാ ഒരു കാര്യം ചെയ്തേപ്പാ. എന്റെ വാളും പരിചയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. ശരിയായി. പരിചയം എന്റെ വീട്ടിലിരിപ്പുണ്ട്. വാള് കാണണോ? എന്റെ പൊന്ന സുഹൃത്തെ, സ്നേഹമുള്ളതുകൊണ്ട് പറയാ, നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നാതെ കറുത്തു പോകും. ഞാൻ വെളുത്തിരുന്ന പയ്യനാണ്. പിന്നെ ഞാൻ ഈ മാസം തികയാതെ പ്രസവിച്ചൊരു കൊച്ചാണ്. ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഡോക്ടർമാർ ചൂടിലിടുമല്ലോ. ചൂടല്ല, ഇൻക്യുബേറ്റർ. എന്റെ പൊന്നു മോൻ, ആ ബേറ്ററിലിട്ട് ചൂട് കൂടിപ്പോയി കറുത്ത് കരിവാളിച്ചു പോയി. ഞാനൊരു ചെറിയ പയ്യനല്ലേ, കുഞ്ഞു കൊച്ചല്ലേ. കുഞ്ഞു കൊച്ചുങ്ങൾ കൈയൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെയല്ലേ കിടക്കുള്ളൂ. അതുകൊണ്ട് ഉള്ളംകായി മാത്രം വെളുത്ത് ബാക്കി കറുത്ത് കരിവാളിച്ചു പോയി. ആരെന്താ ഡ്രൈവർ? കണ്ടക്ടറാ? ഞാനാണ്. എന്താ ഈ ബസ് എത്ര മണിക്കാ പോണേ?
MLA ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ യാത്ര പുറപ്പെടും. LMM ഒന്ന് ഉദ്ഘാടനം ചെയ്താണ്ട് പോകില്ല. MLA രണ്ടും ഒന്ന് തന്നെ. അതെ, പോകുന്ന വഴിക്ക് ആ കുന്നുവഴിയിൽ ഒന്ന് ബെല്ലടിക്കണം, എനിക്ക് അവിടെ ഇറങ്ങണം. കുന്നുവഴി സ്റ്റോപ്പില്ല, അവിടെ വണ്ടി നിർത്തില്ല. അതൊന്നും എനിക്കറിയാം. കുന്നുവഴി സ്റ്റോപ്പില്ല, അവിടെ വണ്ടി നിർത്തില്ല. അതൊന്നും എനിക്കറിയേണ്ട. ബെല്ലടിക്കണം, എനിക്ക് അവിടെ ഇറങ്ങണം. കുറച്ച് അത്യാവശ്യം. എന്റെ സുഹൃത്തെ, ഞാൻ ബെല്ലടിച്ചാലും ഡ്രൈവർ ചവിട്ടില്ല. പുള്ളി ഭയങ്കര ദേഷ്യക്കാരൻ. എന്റെ മെക്കിട്ട് കയറും പുള്ളി. ഡ്രൈവർ കേൾക്കാതെ നൈസായിട്ടൊന്ന് അടിച്ചാൽ മതി, ഞാൻ ഇറങ്ങിപ്പോക്കോളാം. ഞാൻ പോടാ അവിടുന്ന്. ഇയാളോട് പറയുന്നത് നമ്മൾ വേണം. അയ്യോ മക്കളെ ഇതുപോലെ ഞാൻ പണ്ട് ചൈനക്ക് നൈസായിട്ടൊരു പണി കൊടുത്തറേ. ആ കഥ പറഞ്ഞു ഇവിടെ മക്കളും ഇവിടെ വന്നരാ. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഡെറാഡൂണിൽ അന്ന് പട്ടാളത്തിന്റെ സൈനികനായിരുന്നു ഞാനന്ന്. അപ്പൊ അന്ന് ഞാൻ ഈ അതിർത്തി നീക്കുന്ന സമയത്ത് ഒരു മുയൽ എന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോയി. ഞാൻ വിടുവോ? ഞാൻ മുയലിന്റെ പുറകെ അങ്ങോട്ട് വെക്കി പിടിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഓടിച്ചെന്നപ്പോ എന്താണ്, 2 ഷൂസ് ഇട്ട കാലി ഇങ്ങനെ നിൽക്കണ്. ഞാൻ നോക്കുമ്പോ മോനെ ചൈനീസ് പട്ടാളനെ വളഞ്ഞു വെച്ചേക്കാണ് അങ്ങോട്ട്. ചൈനയുടെ അതിർത്തി ലംഘിക്കാൻ അപ്പുറം ചെന്ന്. അപ്പൊ ചൈന ഞാൻ നോക്കുമ്പോ തോക്കായിട്ട് ഇതിങ്ങനെ നിൽക്കണ്, ഞാൻ ഇതിങ്ങനെ നിൽക്കണം. കറക്റ്റാണ്. മുയൽ ഇതിങ്ങനെ നിൽക്കണ്. എന്റെ പൊന്നുമോനെ അവരെന്നെ കൊല്ലൂന്നുള്ളത് ഉറപ്പായി. അപ്പൊ എല്ലാ അർത്ഥത്തിലും ആവോളം അതിന്റെ മേധാവി എന്നോട് പറയുകയാണ്, നിനക്ക് അവസാനമായിട്ട് വല്ലത് പറയാൻ നീ പറഞ്ഞോന്ന് എന്നോട് പറഞ്ഞു. എന്റെ ബുദ്ധിമടൽ ഞാനോട് കറക്കിറിഞ്ഞില്ലടാ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു 100-300 പിള്ളേർക്ക് മിഠായി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അവര് 300 പിള്ളേരെ കൊണ്ട് വരിവരിയായി നിർത്തി. ഞാൻ മിഠായി കൊടുത്ത് ചെന്നപ്പോ എന്താണ്, ഇന്ത്യയുടെ അതിർത്തി എത്തി. ഒറ്റ ചാട്ടിൽ അവര് ചൈനക്കാര് ചമ്മി പോയില്ലടാ. അപ്പൊ അന്ന് ചമ്മലാണ് അവര്. ഇപ്പോഴൊരു മൊഹോരിക്കണം കണ്ടിട്ടുണ്ട് നിങ്ങള്. ഇങ്ങനെ അതേന്ന് ഞാനാണ് അതിന്റെ ആള്. നിങ്ങളുടെ ബെഡായി കേട്ടിട്ട് വണ്ടിയുടെ ടയർ വരെ പൊട്ടാറായില്ല. എടാ അന്ന് എന്റെ സാഹസിക പ്രകടനം കണ്ടിട്ടില്ലേ? ഡൽഹിയിൽ നിന്ന് വരെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. തന്തക്കും തള്ളക്കും. കുറച്ച് നേരം ഇവൻ ഇവിടെ കിടന്ന് വിളക്കിലെടുക്കണം. ഞാൻ ആവോളം എന്നോട് പറഞ്ഞിരുന്നു എല്ലാ അർത്ഥത്തിലും ആവോളം ഞാൻ നിന്നോട് സംസാരിച്ചിരുന്നു. നീ ആരാടാ? ഞാനാരാടാ? കളത്തിലേക്ക് വാടാ. എടാ, ഈ ഇരിക്കുന്ന 2 പേരുണ്ടല്ലോ, എന്റെ അമ്മാവന്റെ മക്കളോ. കളത്തിലേക്ക് വളർന്നിട്ടുണ്ട്. എന്റെ ടീമാണ് അത് 2 പേര്. എന്റെ അമ്മാവന്റെ മക്കളോ. മാത്രം ഡെറാഡൂണിലേക്ക് വരണം. നീ പാലാരിവട്ട ശരിക്കും കണ്ണണ്ടാ. എല്ലാർത്ഥത്തിലും അവോളം കേട്ടോ, എല്ലാർത്ഥത്തിലും അങ്ങോട്ട് പോന്ന്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണതിനാണ്. ഹിമാറ് നിനക്ക് വല്ല ആവശ്യമുണ്ട്? അങ്ങനെ വായി തോന്നി ഇത് പറയണല്ലേ? ഇനി മേലാൽ അവന്റെ കണ്ണിൽ എന്നെ കണ്ടുപോകരുത്. കേറി വാതിരി. അമ്മാവന്റെ മക്കളാന്ന് പറഞ്ഞ് എന്നെ നാണം കെട്ടില്ല. ഒന്നുപോലും പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര തോൽവിയാട്ടോ. വെറുതെ പുകഴ്ത്തിയത് മാത്രം. നമ്മുടെ നാട്ടിലൊരു ആഘോഷം ഞാൻ പറയില്ലേ. തല്ലി എന്റെ ശരീരത്ത്. ഓ എന്താ പൊന്നോ. നമ്മുടെ നാട്ടിലെ ആഘോഷം പറഞ്ഞ അലമ്പുണ്ടാക്കരുത്. പിന്നെ എന്ത് അലമ്പുണ്ടാക്കാൻ നിൽക്കരുത്. കാര്യം ഞാൻ നമ്മുടെ MLA എത്തി. ഘോഷയാത്ര എത്തി. പ്രിയപ്പെട്ട എന്റെ ഏറ്റവും നല്ല നാട്ടുകാരെ, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ MLA ആയി മത്സരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നും ഒരു ബസ് റൂട്ട്, അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുകയാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട്, എനിക്ക് പോകേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ടും ഞാൻ ഈ ബസ് റൂട്ടിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നടത്തുകയാണ്. ഏതായാലും സാർ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യമായിട്ട് വണ്ടിക്കകത്തൊന്ന് കേറണം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമയമില്ല. അല്ലല്ലോ സാർ, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പറയരുത് പ്ലീസ്, എനിക്ക് സമയമില്ല. അതാണ്. അല്ല അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയൂ. എന്റെ ഡെറാഡൂണിലൊരു കഥയുണ്ട്. അത് മുഹൂർത്തത്തിന് മുമ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഐശ്വര്യമായിട്ട് ആരെങ്കിലും ഒരാൾ കേറില്ല. ഒരു വഴിയാണ്. വലത് കാല് വെച്ച് ആരാന്ന് വെച്ചാൽ ഒരാൾ കേറില്ല. നമ്മുടെ കേരളത്തിൽ ഐശ്വര്യമായിട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെറാഡൂണിലേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ ഇതിവിടെ അടുത്തല്ലേ പോണത്. അപ്പൊ ഞാൻ ആവോളം അതിനോട് ശ്രമിക്കും. ആരെങ്കിലും എടാ മോനെ ഐശ്വര്യമായിട്ട് കയറാൻ നമ്മുടെ ഉണ്ണിക്കുട്ടനെ വിളിച്ചാലാ മറ്റേ. അത് ശരിയാട്ടെ. നമ്മുടെ ഈ നാട്ടിലൊരു വികസനം വന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ജനിച്ചപ്പിന്റെ. അവനെ വിളിച്ചാൽ മതി. അവൻ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉണ്ടല്ലോ. അല്ല ഐശ്വര്യമല്ല.
ഇത് പന്നിക്കൂട്ടനാണല്ലോ. എന്തുട്ടിത് 10 ഉണ്ണിക്കുട്ടന്മാരെ കൂട്ടിക്കെട്ടി കൊണ്ടുവന്നേക്കണം. കാര്യം ചെയ്യ്, ഐശ്വര്യമായിട്ട് ആരെങ്കിലും ഒന്ന് കേട്ടി. അല്ല ഐശ്വര്യമായിട്ട് കേറാന്ന് പറഞ്ഞാലേ മോര് കാര്യം ചെയ്യണം. കാരണന്മാരുടെ കാലം അങ്ങോട്ട് തൊട്ട് നിറയിൽ വെച്ചിട്ട് വലത് കാലം വെച്ചാണ്ട് കയറിക്കും. പിടിച്ചോണ്ട് മറ്റമ്മയേക്കാൾ വന്ദിച്ച് മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തകൂടാഭ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. അല്ല എല്ലാവരുടെയും കാലം തൊട്ടാന്നും നോക്കണോട്ടാ. ഇയാൾ എന്തുട്ടേ നല്ല ചടങ്ങെടുക്കും. സമയമില്ല. അവനെ പോവില്ല. അവൻ കൊമ്പുകൊണ്ടോടെ കുത്തി മടക്കി. അല്ല ഒരു പൂളങ്ങോട്ട് വെച്ചോട്ടെ. പൂളങ്ങോട്ട് വെച്ചോട്ടെ. ഒരു വഴിയുണ്ട്. ഒരു മുട്ടുസൂചി ഇട്ടു. ഇവനിപ്പ ഞാൻ കയറ്റി തരാം. എങ്ങനെ? ഇവന്റെ പുക്കളിലിട്ട് കുത്തിയിട്ട് കാറ്റ് കളഞ്ഞാൽ മതി. കയറി പൊക്കോളൂ. ഞാൻ ആവോളം ഞാൻ ശ്രമിച്ചു നോക്കി. എല്ലാ അർത്ഥത്തിലും ഞാൻ പരാജയം. ഒന്നുകൂടി എല്ലാ അർത്ഥത്തിലും ഒന്ന് നോക്കിയേ. നമ്മളൊന്ന് പരിശ്രമിച്ച് ഇല്ലില്ല. ഇനി ആരെങ്കിലും കയറാനുണ്ടോ? ആരെങ്കിലും കയറാനുണ്ടോ? എന്തിനു വേണ്ടിട്ടാ ഹർത്താല്? എടാ 2 വണ്ടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഒരു വണ്ടി അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു വണ്ടി കൂടെ വേണമെന്ന് പറഞ്ഞ ഹർത്താല്. എന്റെ പൊന്നിയേട്ടാ, ഇതിനൊക്കെ ഈ വണ്ടി അടിച്ചു പൊളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനാണെന്നാ? എടാ കേരളത്തിലെ ഓരോ ഹർത്താലിനും ജനങ്ങൾ വണ്ടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കപ്പെടേ. ഞങ്ങൾ ചിറ്റേറ്റേരക്കാര് മാത്രമേ ഇവിടെ നോക്കിയിരിക്കുന്നതാ. ഇതുപോലൊരു ചാൻസ് കിട്ടിയാ ഞങ്ങൾ വെറുതെ ഇരിക്കണോ? കൊതിയായിട്ട് പാടില്ല. അടിച്ചു പൊളി. എന്നോട് പറഞ്ഞോട്ടോ എല്ലാ അർത്ഥത്തിലും.